ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള റീയൂണിയൻ പോസിബിലിറ്റി എത്രത്തോളമാണ് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓൾ റൈറ്റ്, നമുക്ക് നോക്കാം ഈ വ്യക്തിയുമായിട്ടുള്ള റീയൂണിയൻ സാധ്യത എത്രത്തോളമാണ്. ആർക്കേഞ്ചൽസ്, ഗാർഡിയൻ ഏഞ്ചൽസ്, സ്പെഷ്യൽ കോഡ്സ്, ഈ വ്യക്തിയുമായിട്ടുള്ള റീയൂണിയൻ സാധ്യത, റീയൂണിയൻ പോസിബിലിറ്റി വിത്ത് യുവർ പേഴ്സൺ റൈറ്റ് നൗ. ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റീയൂണിയൻ സാധ്യത എത്രത്തോളമാണ്. ഈ വ്യക്തിയുമായിട്ടുള്ള റീയൂണിയൻ പോസിബിലിറ്റി എത്രത്തോളമാണ്. റീയൂണിയൻ പോസിബിലിറ്റി വിത്ത് യുവർ പേഴ്സൺ, ഈ വ്യക്തിയുമായിട്ടുള്ള റീയൂണിയൻ പോസിബിലിറ്റി എത്രത്തോളമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള റീയൂണിയൻ സാധ്യത എത്രത്തോളമാണ്. ഈ ഒരു മൊമെൻറ്റിൽ ഇവരുമായിട്ടുള്ള റീയൂണിയൻ പോസിബിലിറ്റി, ഈ വ്യക്തിയുമായിട്ടുള്ള റീയൂണിയൻ പോസിബിലിറ്റി എത്രത്തോളമാണ്. അവരുമായിട്ടുള്ള റീയൂണിയൻ സാധ്യത അറിയാം, അറിയാം. ഓക്കെ, സി ഓക്കെ, ക്രൗൺ ചക്ര. ഓക്കെ, നമുക്ക് നോക്കാം ഈ വ്യക്തിയുമായിട്ടുള്ള റീയൂണിയൻ പോസിബിലിറ്റി. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടുപേരും ഈ ഒരു സമയത്ത് ഒരു നോ കോണ്ടാക്റ്റിൽ സിറ്റുവേഷനിലാണ്. യെസ്, ഡെഫിനറ്റ്ലി ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ പലർക്കും ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പാണ്. ഓക്കെ, അതായത് ഒരിക്കലും ഈ ഒരു സൈക്കിളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ കഴിയുന്നില്ല. ഓക്കെ, അപ്പോൾ എപ്പോഴും നിങ്ങൾ പിണങ്ങുന്നു, ആ ഒരു വെയിറ്റിംഗ് ടൈം നിങ്ങളുടെ ലൈഫിൽ വരുന്നു, വീണ്ടും നിങ്ങൾ റീയൂണിയൻ ചെയ്യുന്നു. അങ്ങനെ ഒരു റിലേഷൻഷിപ്പുള്ള ഒത്തിരി പേരുണ്ട്. പക്ഷേ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇൻറ്റ്യൂഷണലി ഫീൽ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിൽ ഈ റീയൂണിയൻ പോസിബിലിറ്റി നിങ്ങൾക്ക് വളരെ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തിയാണ്. അവർക്ക് നിങ്ങളില്ലാണ്ട് അവരുടെ ലൈഫ് അവർക്ക് വളരെ ശൂന്യമായിട്ടാണ് ഈ ഒരു സമയത്ത് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളുമായിട്ടുള്ള റിയൂണിയൻ പോസിബിൾ ആകണമെന്ന് ഈ വ്യക്തി അമിതമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ ഒരു ലൈഫ്, അതായത് നിങ്ങളില്ലാതെയുള്ള ഈ ലൈഫ് അവർക്ക് അത്രയ്ക്കും ഒരു ബോറിംഗ് ആയി ഫീൽ ചെയ്യുന്നുണ്ട്. ലൈഫിൽ അവർ നേടിയെടുത്തിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒരുപാട് സന്തോഷങ്ങളുണ്ട്. അതൊന്നും അവർക്ക് അവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്നില്ല. അവരുടെ സന്തോഷം നിങ്ങളായിരുന്നു, അവരുടെ ജീവിതത്തിൻ്റെ പ്രകാശം നിങ്ങളായിരുന്നു എന്നൊക്കെയുള്ള റിയലൈസേഷൻ ഈ വ്യക്തിക്ക് ഉണ്ടാവുന്ന ഒരു മൊമെൻറ്റ് കൂടിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശക്തമായിട്ട് വെയിറ്റ് ചെയ്യാണ്. ആ ഒരു അനുയോജ്യമായിട്ടുള്ള സാഹചര്യം നിങ്ങൾക്ക് രണ്ടു പേർക്ക് ഉണ്ടാവണം, നിങ്ങളുടെ പ്രണയം പഴയ പോലെ ആകണം എന്നെല്ലാം ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് യെസ്, ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ ഇത്രയും നാളും അവർ നിങ്ങളുടെ ആ ഒരു ട്രൂത്ത് എന്താണെന്ന് മനസ്സിലാക്കിയില്ല, നിങ്ങളുടെ പ്രണയത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കിയില്ല, നിങ്ങളുടെ സാന്നിധ്യം അവരുടെ ലൈഫിൽ എത്രത്തോളം വലുതായിരുന്നു എന്നൊന്നും ആ വ്യക്തി മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവരുടെ മുന്നിൽ എല്ലാ സത്യങ്ങളും പുറത്തു വരുന്നുണ്ട്, അവരെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ എന്തൊക്കെ സാഹചര്യമായിരുന്നാലും അതിനെല്ലാം അവഗണിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരാനായി ഒരു വാതിൽ തുറക്കപ്പെടാനായിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, വളരെയധികം നല്ലൊരു മൊമെൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ്. യെസ്, അവർ അത്രയും കോൺഫിഡൻസോടുകൂടി അവർ പറയുന്നുണ്ട് ഈ ഒരു പ്രണയമാണ് അവരുടെ ലൈഫിൽ ഒരു അതായത് അവർക്ക് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ടുള്ളത്, അവരുടെ ലൈഫിനെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രകാശം, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ എന്നൊക്കെയുള്ള റിയലൈസേഷൻ ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നൊരു മൊമെൻ്റാണിത്.
ആൻഡ് അത്രയും ഒരു ഇമോഷണൽ ലോസ് ഫീലിംഗ് ആണ് അവർക്ക് ഉണ്ടാവുന്നത്. അതായത് അവരുടെ ലൈഫിൽ അവർ അത്രയും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. മേ ബി അവർ നിങ്ങളെ ഒരുപാട് തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. അവർ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം അവരിപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്, വേദനിക്കുന്നുണ്ട്. നിങ്ങളെ നഷ്ടമായ നിമിഷം മുതൽ അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരുടെ ആ ഇമോഷൻസാണ് കൂടുതലും, ആ ഒരു എനർജിയാണ് ഇവിടെ ലഭിക്കുന്നത്. യെസ്, അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിനൊരു ബേസ് ഉണ്ടാവണം, ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവണം എന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. ഡെഫിനറ്റ്ലി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് നൽകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് യൂണിവേഴ്സായിട്ട് നൽകുന്ന ഒരു ടൈം പീരീഡാണിത്, ഒരു ഡിവൈൻ ടൈമാണിത്. നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് കൂടുതൽ മനസ്സിലാക്കാനുണ്ടായിരുന്നു. ഈ സെപ്പറേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും നിങ്ങളുടെ ലൈഫിൽ അനിവാര്യമായിരുന്നു. ആ ഒരു മൊമെൻ്റാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ഈ ഒരു റീയൂണിയനിലൂടെ നിങ്ങളുടെ ലൈഫിന് തന്നെ രണ്ടു പേർക്കും ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നുണ്ട്, ഒരു ബാലൻസ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഈ ഒരു സമയത്ത് ഉണ്ടാവുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് ഡ്രീംസിൽ നിങ്ങൾ ഈ വ്യക്തിയെ കാണുന്നുണ്ട്. ഓക്കെ, അതായത് ആ ഒരു കണക്ഷൻ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ ക്ലാരിറ്റിയാണ്, യൂണിവേഴ്സൽ സയൻസ് ആണ് അത് എന്ന് മനസ്സിലാക്കുക. ഒത്തിരി പേരും ആ വ്യക്തിയുടെ കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് നിങ്ങളുടെ മുന്നിൽ ആ വ്യക്തി നിൽക്കുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ആ വ്യക്തിയുടെ സാന്നിധ്യം എപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അതെല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന സയൻസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ റീയൂണിയൻ പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഇതിൽ കാണുന്നവരിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തിയുമായിട്ടുള്ള റീയൂണിയൻ പോസിബിൾ ആകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അതിനായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇൻറ്റ്യൂഷൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. മേ ബി ഈ ഒരു മൊമെൻറ്റിൽ തന്നെ നിങ്ങൾക്ക് അത്തരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും, അത്രയും പോസിറ്റീവ് എനർജി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും. ഓക്കെ, നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. റിയൂണിയൻ പോസിബിലിറ്റി വിത്ത് യുവർ പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിയൂണിയൻ പോസിബിലിറ്റി എത്രത്തോളമാണ്? ക്ലാരിഫിക്കേഷൻ. റിയൂണിയൻ പോസിബിലിറ്റി വിത്ത് യുവർ പേഴ്സൺ, ഈ വ്യക്തിയുമായിട്ടുള്ള റിയൂണിയന് സാധ്യത എത്രത്തോളമാണ്? റിയൂണിയൻ പോസിബിലിറ്റി. ഓക്കെ, ലെറ്റ്സ് സീ. ഓക്കെ, നിങ്ങൾക്ക് ഈ കാർഡ്സ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഈ വ്യക്തിയുമായിട്ടുള്ള റിയൂണിയൻ പോസിബിലിറ്റി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതിലൊരു സക്സസ് ആണ് ഇവിടെ കാണുന്നത്. എത്രയും പെട്ടെന്ന്, മേ ബി വിത്തിൻ 6 hours ഓർ 6 days. 6 എന്നുള്ള നമ്പറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ നമ്പർ 3 കൂടുതലായിട്ട് സിഗ്നിഫിക്കൻ്റ് ആണ് ഈ ഒരു മൊമെൻറ്റിൽ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ റിയൂണിയൻ പോസിബിലിറ്റി വളരെ കൂടുതലാണെന്നുള്ളൊരു ക്ലാരിറ്റിയാണ് ഈ കാർഡ്സ് നമുക്ക് നൽകുന്നത്. ഈ വ്യക്തിയും നിങ്ങളുമായിട്ട് തീർച്ചയായിട്ടും ഒന്നിച്ച് ചേരാനുള്ള ഒരു മൊമെൻ്റാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ കാർഡ്സ് നമുക്ക് ഹേർട്ട് ചക്ര. ഓക്കെ, നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഓക്കെ, നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് പോസിബിൾ ആകുന്നുണ്ട്. അതായത് നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ സോൾ കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ക്ലാരിറ്റിയാണ് ഇവിടെ കാണുന്നത്. ആൻഡ് യെസ്, ഗ്രീൻ കളർ. ഓക്കെ, ഗ്രീൻ കളറിന് ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഗ്രീൻ കളറിനോട് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നുണ്ടാവാം. ഒരു ട്രാൻസ്ഫോർമേഷനാണ് കാണുന്നത്. അതായത് നിങ്ങൾ ബട്ടർഫ്ലൈ സൈൻസ് കാണുന്നുണ്ടാവാം. എസ്പെഷ്യലി വൈറ്റ് ഓർ ബ്രൗൺ കളർ ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടാവാം. തീർച്ചയായിട്ടും അത് യൂണിവേഴ്സൽ സയൻസ് ആണ്. ഈ വ്യക്തിയുമായിട്ടുള്ള റിയൂണിയൻ പോസിബിലിറ്റി, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് സൂചിപ്പിക്കുന്നത് ഇവിടെ. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ക്ലാരിഫിക്കേഷനിലൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അതിൽ കൂടുതൽ പറയാനായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാം ഈ കാർഡ്സിലൂടെ തന്നെ മനസ്സിലായിട്ടുണ്ടാവാം. ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വാട്ട് ദേ റിയലി വാണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. ഈ ഒരു മൊമെൻറ്റിൽ ഈ വ്യക്തി എന്താണ്
നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. what they really want to tell you right now. ഓക്കെ, അവരുടെ മെസ്സേജസ് എന്താണ് നോക്കാം. ഐ വോണ്ട് ടു മേക്ക് യു മൈ ലൈഫ് പാർട്ട്ണർ. ഓക്കെ, നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് ഈ വ്യക്തി കാണുന്നുണ്ട്. അവരെ നിങ്ങളെ ആ ഒരു രീതിയിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവാം. ആൻഡ് യു വെയർ റോങ്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ അവരെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതിൽ, അവരെ മനസ്സിലാക്കിയതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടാവാം എന്നവർ പറയാണ്. യു ആർ മൈ ഹെവൻ ഓൺ എർത്ത്. അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ് നമുക്കെല്ലാം ലഭിക്കുന്നത്. എവറി സോങ് റിമൈൻഡ്സ് മീ അബൌട്ട് യു. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചില മ്യൂസിക് കേൾക്കുന്ന സമയത്തെല്ലാം നിങ്ങളുടെ ഓർമ്മകൾ ആ വ്യക്തിയിൽ ഉണ്ടാവുന്നു എന്ന് പറയാണ്. ആൻഡ് ഐ കാൺട്ട് ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ്. അവരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കാൻ ആ വ്യക്തിക്ക് കഴിയില്ല. ഐ കാൺട്ട് റെസിസ്റ്റ് എനിമോർ. ഈ ഒരു സാഹചര്യത്തിൽ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല. ആൻഡ് ഫിനാൻഷ്യൽ പ്രോബ്ലംസ്, കുറച്ച് വ്യക്തികൾക്ക് ഈ സമയത്തൊരു ലൈഫ് സ്ട്രഗിൾസ്, അതായത് ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ ഉണ്ടാവാം. ആൻഡ് നോ വൺ ക്യാൻ റീപ്ലേസ് യു. ഓക്കെ, ഈ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാൽ പോലും നിങ്ങൾക്ക് പകരം മറ്റൊരു വ്യക്തിയില്ല. അവരുടെ ലൈഫിൽ അവർക്ക് മറ്റൊരു വ്യക്തിയും നിങ്ങൾക്ക് പകരമാവില്ല എന്ന് പറയാണ്. ആൻഡ് ഫൈനലി ഐ വോണ്ട് ടു ചേഞ്ച്. ഓക്കെ, അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഒരുപാട് മാറ്റങ്ങളാണിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് നമുക്ക് കാർഡ്സിലൂടെയും ക്ലാരിഫൈഡ് ആയിട്ടുള്ളത്. സോ ഇതാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ്. Okay. ഇമോഷണൽ. ഓക്കെ, ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് ഒരുപാട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് ഈ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളും അങ്ങനെ ആയിരിക്കാം. ഫെബ്രുവരി മന്ത് ഷോർട്ട് ടെമ്പേർഡ്. അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം, പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾക്കൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന വ്യക്തിയായിരിക്കാം. ഹീലർ ആയിരിക്കാം. ആൻഡ് യെല്ലോ കളർ ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കാം, ഫേവറേറ്റ് കളറായിരിക്കാം. ആൻഡ് വൈറ്റ് ബട്ടർഫ്ലൈസ്. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഈ ഒരു ബട്ടർഫ്ലൈ സൈൻസ് കാണുന്നുണ്ടാവാം. ആൻഡ് ഗ്രീൻ കളർ. ഓക്കെ, നമ്മുടെ റീഡിങ്ങിൽ വന്നിട്ടുണ്ട്. ഗ്രീൻ കളറിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കമൻറ്റ് ചെയ്യുക. മെയ് മന്ത് 22. ആർട്ടിസ്റ്റ്. മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആർട്ടിസ്റ്റ് ആയിരിക്കാം. സ്മൈൽ. നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ സ്മൈലിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവാം. ബ്ലൂ കളർ ഇമ്പോർട്ടൻ്റ് ആണ്. റെഡ് കളർ ഓക്കെ ഫേവറേറ്റ് കളറാണ്. റെയിൻബോ. ഓക്കെ, റെയിൻബോ സൈൻസ് കാണുന്നുണ്ടാവാം. ആൻഡ് അതൊരു യൂണിവേഴ്സൽ സൈനാണ്. ഈഗോ. നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉണ്ടായിരിക്കണം. നമ്പർ 14, ലെറ്റർ എ. ടാറ്റൂ ഓൺ ഹാൻഡ്. നമ്പർ 30, ബ്ലാക്ക് കളർ. ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. നവംബർ മന്ത് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം. ഓക്കെ, വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഈ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ഓക്കെ, ദെൻ ദിസ് മന്ത്, ഈ ഒരു മന്തിൽ തന്നെ മാറ്റം സംഭവിക്കാം. ലെറ്റർ പി. നമ്പർ 16, 27. ഓക്കെ, ആൻഡ് 111 ഏഞ്ചൽ നമ്പറാണ്. ഈ ഒരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സമയം അടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഡിസംബർ മന്ത് നമ്പർ 1, 20, 33, ലെറ്റർ എൻ. ഗാർഡനിങ് കൂടുതലായിട്ട് ഇഷ്ടമുള്ള വ്യക്തികൾ ഉണ്ടാവാം. ലെറ്റർ എച്ച്. വിത്തിൻ 2 days ഒക്കെ ഒരു പോസിബിലിറ്റി ആണ്. ആൻഡ് ഫൈനലി നമ്പർ 17. ഓക്കെ, ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുള്ള ക്ലൂസ്. ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓൾ റൈറ്റ്, അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം.
ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.